വാസുദേവൻ സാരോട് നമ്മളൊരു ചോദ്യം ചോദിക്കില്ല, അദ്ദേഹം സംസാരിക്കുകയാണെങ്കിൽ കേട്ടിരിക്കുക. അതാണ് എൻ്റെ ഒരു പ്ലാൻ. ഏറ്റവും അധികം ചോദ്യങ്ങൾ സംവിധായകനോട് ചോദിക്കുക, എഴുത്തുകാരനോട് സംവിധായകനോട് നിരന്തരം കലഹിക്കുക. ഇപ്പോൾ സുധക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കാഴ്ചയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പത്തിൽ കലഹിക്കാൻ പറ്റാവുന്ന രണ്ടുപേരുമല്ലോ. അപ്പൊ ഈ സുധക്കുട്ടി ആവാനുള്ള ശ്രമങ്ങൾ അതിനെപ്പറ്റി പറയാം. വളരെ എളുപ്പമായിരുന്നു ആ ഒരു തുടക്കത്തിലുള്ള പ്രിപ്പറേഷൻ ടൈം. ഒബ്വിയസ്ലി അഭിനയിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. പക്ഷെ സത്യമായിട്ടും 9 ദിവസം ഞാനും നിമിഷവും നമ്മുടെ സിനിമാറ്റോഗ്രാഫറും ഇപ്പോഴും സംസാരിക്കുന്ന കാര്യം. ഇപ്പം ഏകദേശം 3 വർഷമായി നമ്മൾ ഈ ഫിലിം ഷൂട്ട് ചെയ്തിട്ട്. കാഴ്ച നമ്മൾ ഷൂട്ട് ചെയ്ത 9 ദിവസത്തിലാണ്. ഈ 9 ദിവസങ്ങളിൽ നമ്മൾ ഫോൺ എടുത്ത് നോക്കിയിട്ടില്ല. ആരും ഓൺ സെറ്റ് നമ്മളൊന്നും ഫോണിലേക്ക് തിരിഞ്ഞു നോക്കുക, ഇൻസ്റ്റാഗ്രാം ഒന്നും. ജസ്റ്റ് ആ ഒരു ലോകത്ത് തന്നെയായിരുന്നു. അതിൽ തന്നെ നിലനിൽക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. കൂടെ അഭിനയിച്ചിട്ടുള്ള ഹരീഷ് ആണെങ്കിലും നരനും ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ്ലി ആ സീനിനെ പറ്റി സംസാരിച്ച് ആ ഒരു എൻജോയ്മെൻറ്റിലായിരുന്നു. പിന്നെ ഷാം സാറാണ് ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഷാം സാറിന് പിന്നെ എല്ലാത്തിനും നമുക്ക് ഉത്തരം കണ്ടെത്താൻ ചോദ്യങ്ങൾ ചോദിക്കേണ്ട പോലും ആവശ്യമില്ല. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഉത്തരം പറഞ്ഞു തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ സിനിമയിൽ പാട്ട് അല്ലെങ്കിൽ മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. സുധക്കുട്ടിക്ക് അത് ഒരു പാട്ടിനോട് സംഗീതത്തിനോടുള്ള ഇൻക്ലിനേഷൻ ഉണ്ട്. അപ്പം ആ പാട്ടുകളും എനിക്കൊരു വലിയൊരു സഹായമായിരുന്നു. മ്യൂസിക്കലി അതൊരു എൻട്രി പോയിന്റ് ആവുക. പിന്നെ അലങ്കാരം, കോസ്റ്റ്യൂം, ഹെയർ സ്റ്റൈൽ, അതൊക്കെ അതിലേക്ക് ഒന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ ഒരു പോർട്ടലിലൂടെ ഒക്കെ കടക്കുന്ന ഒരു ഫീലായിരുന്നു. സോ എനിക്ക് സത്യം പറഞ്ഞാൽ കാഴ്ചയിലാണെന്ന് തോന്നുന്നത് ഞാൻ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നിട്ടില്ല. കാര്യം ഒന്നാമത് ഷാംസറിന് എന്താണോ വേണ്ടത് എന്നുള്ളത് അത് കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഷാംസർ വന്നിട്ട് ചോദിക്കുള്ളൂ. എന്താണ് പാർവതിയുടെ സ്ട്രഗിൾ ഇവിടെ എന്താണെന്ന് പറയും, നമുക്ക് അതിനനുസരിച്ച്. അല്ലാതെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല. എന്തെങ്കിലും കാര്യത്തിൽ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ സാർ ചോദിക്കും, എന്താണ് പാർവതിക്ക് എവിടെയാണ് ഈ ബുദ്ധിമുട്ട് എന്നുള്ളത് പറയും. അതിനനുസരിച്ച് നമുക്ക് we will work it together എന്നായിരുന്നു. So and I also had വൈഫ്, എൻ്റെ വല്യമ്മയായിട്ട് അഭിനയിച്ചത് മാമാണ്. അതേപോലെ അശ്വതി ചേച്ചി ഉണ്ട് എൻ്റെ കൂടെ ഒരു സീനിൽ. അപ്പം എനിക്ക് തോന്നുന്ന കലക്റ്റീവ്ലി ആ ഒരു അനുഗ്രഹം ഇങ്ങനെ കവർ ചെയ്ത്